നമസ്കാരം, എല്ലാവർക്കും ക്ലാസ് റൂം PSC ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ചെയ്യുന്നത്. അതായത് നമ്മളിതിനു മുമ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആമുഖം എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ മാക്സിമം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ഈ പറയുന്ന ക്ലാസ് റൂം PSC ടോപ്പറിലും അതുപോലെ തന്നെ PSC ടോപ്പറിലും ഒക്കെ ഇടുന്ന ക്ലാസ്സുകളുടെ ലിങ്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലും നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ അവിടെ ചെയ്യുന്നത് IT-യുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സും അതുപോലെ തന്നെ ജോഗ്രഫിയുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുമാണ് ചെയ്തു പോകുന്നത്. രാവിലെ 11:30 IT-യുടെ ക്ലാസ്സും വൈകിട്ട് 7:00 ജോഗ്രഫിയുടെ ക്ലാസ്സുമാണ് ഇട്ടു പോകുന്നത്. മാക്സിമം എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. പക്ക സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ആമുഖം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം 1947 ജനുവരി 22 ആ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ലക്ഷ്യപ്രമേയം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം അഥവാ പ്രിയാമ്പിളായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ച ആ ഒരു ഡേറ്റാണ് 1947 ഡിസംബർ 22. ഇതിന് മുമ്പത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ ക്ലാസ് നിർബന്ധമായിട്ടും കാണുക. PSC ചോദിച്ചിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും ആ ഒരു ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ക്ലാസ്. അത് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1947 ജനുവരി 22 പ്രത്യേകത ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ച ഒരു ദിവസമാണ് ഈ പറയുന്ന 1947 ജനുവരി 22. എന്നാണ് ജവഹർലാൽ നെഹ്റു ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13-നാണ്. 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയത്തെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചതെന്നാണ് 1946 ഡിസംബർ 6-ആണ്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ആണ്. 1946 ഡിസംബർ 11-നാണ് ഈ പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പെർമനൻ്റ് അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നൂടെ ഓർത്ത് വയ്ക്കണം. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസമായ 1950 ജനുവരി 26-നാണ്. ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം നിലവിൽ വന്നത്. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ നിലവിൽ വന്നത് എന്ന് ഓർത്ത് വയ്ക്കണം. എന്നാൽ ഈ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ച ദിവസമാണ് 47 ജനുവരി 22. ഇനി ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക ഡേറ്റ് ഏതാണ്? അതായത് 1949 നവംബർ 26-ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക തീയതിയാണ് 1949 നവംബർ 26 എന്ന് ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നവംബർ 26-ആണ് എന്ന് ഓർത്ത് വയ്ക്കണം. നിയമദിനമാണ് നവംബർ 26 എന്നൊക്കെ നമുക്കറിയാമല്ലോ. ആ ദിവസമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക തീയതി. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ആമുഖം എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ USA-യുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു? USA-യുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന അമേരിക്കയുടേതാണ്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആമുഖം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടം കൊണ്ടിരിക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കണം. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ആമുഖം വേണം എന്നൊരാശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? BN റാവു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉപദേശകനായിട്ടുള്ള BN റാവു ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ആമുഖം അഥവാ പ്രിയാമ്പിൾ വേണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി എന്ന് ഓർത്ത് വയ്ക്കണം. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാം. 1947 ജനുവരി 22-നാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1949 നവംബർ 26-ആണ്
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക തീയതി എന്നൂടെ ഓർത്തു വെക്കണം. അതുപോലെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു ആശയം, അതായത് ആമുഖം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോ ചെയ്തിരിക്കുന്നത് അഥവാ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ലോകത്തിലെ തന്നെ ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനായ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്ന് ഓർത്തു വെക്കണം. അതുപോലെ ഈ പറയുന്ന പ്രിയാമ്പിൾ എന്ന ആശയം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ആമുഖം വേണം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? അത് BN റാവു ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉപദേശകൻ എന്നറിയപ്പെടുന്ന BN റാവു. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ അഥവാ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആരംഭിക്കുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് സൊവേറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കാണ്. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഡർ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3S അടുപ്പിച്ചാണെന്ന് ഓർത്ത് വയ്ക്കുക. സൊവേറിയൻ, സോഷ്യലിസ്റ്റ്, പരമാധികാര, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്കാണ്. അപ്പോൾ സൊവേറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, സി എന്നോർത്ത് വയ്ക്കുക. സൊവേറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കാണ് ഇന്ത്യ. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്കാണ്. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലാംഗ്വേജ് കൺവേർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഈ ഇംഗ്ലീഷിലുള്ള പഠിച്ചു വയ്ക്കുന്നതായിരിക്കും എളുപ്പം. സൊവേറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രത്നം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ആമുഖമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രത്നം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ആമുഖമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഈ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി, ഇവയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യമായിട്ട് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി, ഇവയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യമായിട്ട് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രത്നം ഏതാണ്? ആമുഖമാണ്. ഇനി ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് മുന്നോട്ട് വെച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ, നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹമാണ് സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് ഓർത്തു വെക്കണം. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അത് മാറിപ്പോകരുത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ ശില്പി അഥവാ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മനസാക്ഷി അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന ആമുഖമാണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം ആമുഖമാണ്. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. സാഹോദര്യം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണെന്ന് പഠിച്ചു വെക്കണം. ഇതൊന്നും മാറിപ്പോകാതെ എഴുതി വെച്ചു പഠിക്കുക. ഇനി കോൺസ്റ്റിറ്റ്യൂഷനും അതുമായി ബന്ധപ്പെട്ട പ്രധാന വിശേഷണങ്ങളും നോക്കാം. രാഷ്ട്രീയ ജാതകം എന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. തിരിച്ചറിയൽ കാർഡ് അഥവാ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ച് NA പൽക്കിവാല. NA തിരിച്ചറിയാൻ ID കാർഡ് എന്ന് ഓർത്ത് വയ്ക്കുക. തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ച് NA പൽക്കിവാലയാണ്. ഇനി ഭരണഘടനയുടെ കീ നോട്ട് അഥവാ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ കീ നോട്ട് അഥവാ താക്കോൽ എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ഏണസ്റ്റ് ബാർക്കറാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആത്മാവ് അഥവാ താക്കോൽ എന്ന് വിശേഷിപ്പിച്ച് ജവഹർലാൽ നെഹ്റു ആണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഒരു പ്രിയാമ്പിൾ അഥവാ ആമുഖത്തെ പല വ്യക്തികൾ പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. രാഷ്ട്രീയ ജാതകം KM മുൻഷിയാണ്. തിരിച്ചറിയൽ കാർഡ് NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ കീ നോട്ട് അഥവാ താക്കോൽ ഏണസ്റ്റ് ബാർക്കറാണ്.
ഇനി ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. രാഷ്ട്രീയ ജാതകം KM മുൻഷി, തിരിച്ചറിയക്കാട് NA പൽക്കിവാല. ഭരണഘടനയുടെ കീനോട്ട് അഥവാ താക്കോല് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ ആത്മാവ് അഥവാ താക്കോല് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആരാണ്? താക്കൂർദാസ് ഭാർഗവാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ആമുഖത്തിൻ്റെ ഭേദഗതി നോക്കാം, അതായത് അമെൻമെൻറ്റ് നോക്കാം. ഒരു പ്രാവശ്യമാണ് അമെൻമെൻറ്റ് നടത്തിയിട്ടുള്ളത്. ആമുഖം അഥവാ പ്രിയാമ്പിൾ ഒരു പ്രാവശ്യമാണ് ഭേദഗതി നടത്തിയിട്ടുള്ളത്. 1976 42-ാം ഭേദഗതിയാണ്. അതായത് 1976 ആദ്യമായിട്ട് ഈ പറയുന്ന ആമുഖം അമെൻഡ് ചെയ്യുന്നത്, ഭേദഗതി വരുത്തുന്നത്. ഒരേ ഒരു പ്രാവശ്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം അമെൻഡ് ചെയ്തത്. അത് 42-ാം ഭേദഗതിയാണ്. ഇത് ഒരു എത്ര പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ തെറ്റിപ്പോകാതെ ഓർത്ത് വയ്ക്കുക. 1976 42-ാം ഭേദഗതി. അതാണ് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് 42-ാം അമെൻമെൻറ്റാണ്. 1976 എന്ന് ഓർത്ത് വയ്ക്കുക. ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി. ആ സമയത്തെ പ്രസിഡൻ്റ് ആയിരുന്നു ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് എന്ന് ഓർത്ത് വയ്ക്കണം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42-ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടന്ന സമയത്ത്, അതായത് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ഏക അമെൻമെൻറ്റ്, ആ ഒരു അമെൻമെൻറ്റ് നടന്ന സമയത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡൻ്റ് ആയിരുന്നു ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് എന്ന് ഓർത്ത് വയ്ക്കണം. ഇനി ഈ ഒരു സമയത്താണ്, ഈ ഒരു അമെൻമെൻറ്റോടു കൂടിയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖവുമായിട്ട് കൂട്ടിച്ചേർത്തത്. സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി, ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്, അഥവാ സോഷ്യലിസ്റ്റ് മതേതരം അവിഭാജ്യത എന്ന് പറയുന്ന ആ ഒരു വാക്കുകൾ കൂട്ടിച്ചേർത്തു, ആമുഖത്തോട് കൂട്ടിച്ചേർത്തത് ഈ ഒരു അമെൻമെൻറ്റിലാണെന്ന് ഓർത്തു വയ്ക്കണം. ഇനി ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 കേസുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ബെറുബറി കേസും കേശവാനന്ദ ഭാരതി കേസും. ഈ കേശവാനന്ദ ഭാരതി എന്നറിയപ്പെടുന്ന സ്വാമി ഈ അടുത്താണ് അന്തരിച്ചത്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബെറുബറി കേസ് 1960 ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല എന്ന് വിധി വന്ന കേസായിരുന്നു ബെറുബറി കേസ്. ഏതാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ പറയുന്ന ആമുഖം അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല എന്ന വിധി വന്ന, സുപ്രീം കോടതി വിധി വന്ന കേസ് ഏതായിരുന്നു? ബെറുബറി കേസായിരുന്നു. എന്നാൽ കേശവാനന്ദ ഭാരതി കേസ് 1973 വർഷം. അതായത് ഈ പറയുന്ന ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് എന്ന വിധി വന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് ഓർത്ത് വയ്ക്കുക. 1973 കേശവാനന്ദ ഭാരതി കേസ്. ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണെന്ന് വിധി വന്ന കേസ് ഏതാണെന്ന് ചോദിച്ചാൽ 1973 കേശവാനന്ദ ഭാരതി കേസാണ്. ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല എന്ന് ഈ പറഞ്ഞ വിധി വന്ന കേസാണ് 1960 ബെറുബറി കേസ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യമാണ് അമെൻമെൻറ്റ് എന്ന് മറന്നു പോകരുത്. 1976 42-ാം അമെൻമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആണ്. ആമുഖത്തിൽ ഒരേ ഒരു അമെൻമെൻറ്റ്. ഈ ഒരു അമെൻമെൻറ്റ് വഴിയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കുകൾ ആമുഖമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു എന്ന് ഓർത്തു വയ്ക്കണം. ഇത്രയാണ് ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിൻറ്റ്സ്. നോട്ട് ചെയ്ത് വെച്ച് പോവുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നാൽ നമ്മുടെ എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.